ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഇതര പ്രാർത്ഥനാലയങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കേരളം. ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലുമൊക്കെ ആശ്വാസമാകുന്ന കേരളത്തിലെ പുണ്യസങ്കേതങ്ങളും അവിടുത്തെ പ്രത്യേകതകളും കഥകളുമൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പുണ്യദർശനം. നമസ്കാരം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് ആർച്ച് ബിഷപ്പായി അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ വെച്ച് 2024 ഒക്ടോബർ 31 ഭക്തിയാദരപൂർവ്വം വർണ്ണശബളമായി ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് TV കേരള പുണ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഇത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. 4 ലക്ഷത്തിൽ പരം വിശ്വാസികളും 500-ൽ പരം വൈദികരും ഈ അതിരൂപതയിലുണ്ട്. 4000-ഓളം സിസ്റ്റേഴ്സാണ് ഈ അതിരൂപതയിൽ സേവനം ചെയ്യുന്നത്. അതുകൂടാതെ അനേകം വൈദികരും സിസ്റ്റേഴ്സും മറ്റ് മിഷൻ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അതിരൂപതയ്ക്ക് 16 കോളേജുകളും എയ്ഡഡ് അൺഎയ്ഡഡായിട്ട് 16 കോളേജുകളും അതുപോലെ തന്നെ 200-ൽ പരം സ്കൂളുകളും, എയ്ഡഡ് സ്കൂളിൽ തന്നെ 200-ൽ പരം സ്കൂളുകളുമുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ വേറെയുണ്ട്. കൂടാതെ ഞങ്ങൾ ഇവിടെ 96 ചാരിറ്റി അഭയ കേന്ദ്രങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള, അങ്ങനെ 96 കേന്ദ്രങ്ങൾ ഈ 5 ജില്ലകളിലായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അതുപോലെ തന്നെ ചാസ് പോലെയുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നു. അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആതുര സേവന മേഖലയിലും ഞങ്ങൾക്ക് 4 ഹോസ്പിറ്റലുകളുണ്ട്. ആതുര സേവന മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഉപപ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു അതിരൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഈ അതിരൂപതയുടെ പരമാധ്യക്ഷനായിട്ട് 9ാമത്തെ മേലധ്യക്ഷനായിട്ട് നമുക്കേവർക്കും പ്രിയപ്പെട്ട അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവ് സ്ഥാനമേൽക്കുകയാണ്. അഭിവന്ദ്യ പിതാവിനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പിതാവിൻ്റെ പ്രഭാഷണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കാറുള്ളതാണ്. പിതാവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആരാധകരായിട്ടുള്ള അനേകം ആളുകൾ വന്ന് പിതാവിനെ പൊതിയുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ സുപരിചിതനാണ് അഭിവന്ദ്യ തറയിൽ പിതാവ്. പിതാവിനോട് സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അഭിവന്ദ്യ പിതാവ് ഈ അതിരൂപതയുടെ അധ്യക്ഷനായിട്ട് ഈ ഒക്ടോബർ 31-ാം തീയതി വ്യാഴാഴ്ച ചുമതലയേൽക്കുകയാണ്. ഇതിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അന്ന് അവിടെ അങ്കണത്തിലെ വിശാലമായിട്ടുള്ള പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. 10,000-ഓളം ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്. 9 മണിക്ക് അഭിവന്ദ്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണമായിരിക്കും. പള്ളിയുടെ ഹാളിൽ നിന്നും കുറച്ച് ദൂരം ഉണ്ട് ഈ ഒരു പ്രദക്ഷിണം. 50ഓളം ബിഷപ്പുമാരും 500ഓളം വൈദികരെയുമാണ് ഞങ്ങൾ ഈ ഒരു ഇതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഈ ഒരു പ്രൊസഷനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരാഘോഷമായിട്ട് തറയിൽ പിതാവിനെ ആനയിച്ചുകൊണ്ട് സമ്മേളന വേദിയിലെത്തിച്ചേരും. അവിടെ തുടർന്ന് സ്ഥാനാരോഹണത്തിനായിട്ടുള്ള പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളുമായിരിക്കും നടത്തപ്പെടുന്നത്. ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നവസീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവാണ് നേതൃത്വം വഹിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം സഹകാർമ്മികരായിട്ട് ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാലാ രൂപതയുടെ അധ്യക്ഷനും തറയിൽ പിതാവ് സെമിനാരിയിൽ പഠിച്ചപ്പോൾ അവിടുത്തെ അധ്യാപകനുമായിരുന്ന അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവും അതോടൊപ്പം ആ കർമ്മത്തിൽ പങ്കുചേരും. സ്ഥാനാരോഹണ കർമ്മങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാന ആയിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് അഭിവന്ദ്യ തറയിൽ പിതാവ് ആയിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ളവർ സംസാരിക്കും.
മന്ത്രിമാരായ ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ വി.എൻ. വാസവൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ചങ്ങനാശ്ശേരി മണ്ഡലത്തിൻ്റെ MLA ശ്രീ ജോബു മൈക്കിള്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയ പ്രമുഖർ, അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും വന്നിട്ടുള്ള ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയുള്ളവരുടെ ആശംസാ സന്ദേശങ്ങളുണ്ടാവും. അതിനുശേഷം അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഈ 17 വർഷക്കാലം ഈ അതിരൂപതയെ നയിച്ച പിതാവ്, ഈ രൂപതാംഗങ്ങൾ നൽകിയ സഹകരണത്തിനും സ്നേഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പിതാവിൻ്റെ ലഭിച്ച പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് പിതാവ് സംസാരിക്കും. അതിനുശേഷം തറയിൽ പിതാവും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ആളുകൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശനം അതിരൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജെയിംസ് പാലക്കിലച്ചൻ നൽകും. അതിനുശേഷം എല്ലാവർക്കും സ്നേഹവിരുന്ന് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ചുറ്റുപുഴ സെൻറ് തോമസ് ആശുപത്രിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോഷി മുപ്പതിച്ചിറ ആണ് ഞാൻ. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത്. ഈ വരുന്ന 31-ാം തീയതി നടക്കാൻ പോകുന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഭാരതത്തിലും അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയും തീർച്ചയായിട്ടും ഈ നിമിഷം സന്തോഷിക്കുന്ന സമയമാണ്. അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ സമയം 31-ാം തീയതി. അഭിവന്യ തോമസ് തറയിൽ പിതാവ് സഭയ്ക്കും സമൂഹത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിതാവ് വളരെ അറിയപ്പെടുന്ന ഒരു വാഗ്മിയാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു നേതാവായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന അഭിവന്ദ്യ പിതാക്കന്മാരുടെ ആ പാതയിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് വളരെ ശക്തമായ നേതൃത്വം നൽകുവാൻ അഭിവന്ദ്യ തറയിൽ പിതാവിന് സാധിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ്. പിതാവ് സഭയുടെ ശബ്ദമാകുവാൻ, സീറോ മലബാർ സഭയുടെ ശബ്ദമായി പ്രവർത്തിക്കുവാൻ, ആളുകളുടെ കണ്ണീരൊപ്പുവാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതശൈലി അഭിവന്ദ്യ പിതാവിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സഭയുടെയും സമൂഹത്തിൻ്റെയും ശബ്ദമായി മാറുവാൻ, ഈ തലമുറയിൽ മാറുവാൻ ഈ ഒരു സാഹചര്യത്തിൽ പിതാവിന് തീർച്ചയായിട്ടും സാധിക്കും. അതിന് പിതാവിന് എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ ഈ നിമിഷം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ചുറ്റുപുഴ ആശുപത്രിയുടെ പേരിലുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടർസിൻ്റെയും മറ്റ് വൈദികരുടെയും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളുടെയും ഡോക്ടേഴ്സിൻ്റെയും എല്ലാ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഈ വലിയ ശുശ്രൂഷയ്ക്ക് സമയത്തിൽ പിതാവിന് ലഭിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തീർച്ചയായിട്ടും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങളുണ്ടാകട്ടെ.
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് ആർച്ച് ബിഷപ്പായി നിയമിതനായ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ തറയിൽ പിതാവിന് ഓക്സിജൻ കുടുംബത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ഏവരെയും സ്വാഗതം ചെയ്ത് അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പോലീത്ത ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയ നിറഞ്ഞ കുഞ്ഞുമക്കളെ, ചരിത്രത്തിൽ ഇടം നേടിയ സാമൂഹ്യമായും സ്വഭാവപരമായും സ്ഥാനം വെച്ച ഒരു പട്ടണവും രൂപതയുമാണ് ചങ്ങനാശ്ശേരി. ഈ മണ്ണിൽ ഇന്ന് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുക. ചങ്ങനാശ്ശേരി തെക്കുംകൂർ അന്ന് തെക്കുംകൂർ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു. തെക്കുംകൂർ രാജാവിൻ്റെ കൊട്ടാരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിലുമാണ് ഇന്ന് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. 1117 പ്രഥമ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ നിന്നായ നിർണയത്തിൻ്റെ ഭാഗമായിരുന്നു ചങ്ങനാശ്ശേരിയും ഈ പ്രാന്തപ്രദേശം. നമസ്കാരം, ഞാൻ സന്ദീപ് എസ് നായർ, ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള ആളാണ്. ഞങ്ങളുടെ സ്ഥാപനമായ ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെൻറ്റർ, A&A ട്രേഡേഴ്സ്, PS ട്രേഡേഴ്സ്, അതുപോലെ തന്നെ കൂട്ട്സ് ആഗ്രോ എന്ന കമ്പനിയുടെ ചുമതലയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അതിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ചേർപ്പങ്കൽ BBM ഹോളി ക്രോസ് കോളേജിലെ പ്രിൻസിപ്പൽ ഫാദർ ബേബി സെബാസ്റ്റ്യനാണ് ഞാൻ. ഒക്ടോബർ 31 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യുന്ന മാർ തോമസ് തറയിൽ പിതാവിന് ചേർപ്പങ്കലുള്ള BBM ഹോളി ക്രോസ് കോളേജിൻ്റെ എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ചേർപ്പങ്കൽ
മാർ ശ്രീവ ഫൊറോന പള്ളിയുടെ മേൽനോട്ടത്തിലുള്ള ഈ കോളേജിൽ BCA, BBA, BCom, BSW, MSW, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA ആനിമേഷൻ, MSc ഇൻ്റഗ്രേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് നടത്തുന്നത്. യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറം ഈ കോളേജിൽ ജർമ്മൻ, ഫ്രഞ്ച്, ജാപ്പനീസ് തുടങ്ങിയ ഭാഷകൾ പഠിക്കുന്നതിനും വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നതിനുമുള്ള സൗകര്യമുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലൂം എന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹകരണത്തോടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അനേകം പ്രോഗ്രാമുകൾ കുട്ടികളുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയും ഈ കോളേജ് നടത്തുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേലധ്യക്ഷനായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് കോളേജിൻ്റെ പേരിലുള്ള പ്രാർത്ഥന അനുമോദനം ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ നേരുന്നു. എന്നും കാലത്തിനു മുമ്പേ നടന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മേലധ്യക്ഷനായി അഭിവന്യ തറയിൽ പിതാവ് ചുമതലയേറ്റെടുക്കുന്നു എന്നുള്ളത് ഈ അതിരൂപത അംഗവും കൂടിയായി എനിക്ക് വലിയ ആഹ്ലാദവും സന്തോഷവുമാണുള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചുമതലയേറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അഭിവന്യ പിതാവിന് പരിശുദ്ധാത്മ പ്രേരണയാൽ വലിയ പ്രചോദനവും ദൈവാനുഗ്രഹവും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയുമാണ് ചെയ്യുക. പിതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധത, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നിൽക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കർമ്മപദത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കാൻ, എന്നും ഓർക്കാൻ നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച ധീരോദാത്തമായി നേതൃത്വം കൊടുത്ത അഭിവന്യ പിതാക്കന്മാർ, അവരെയൊക്കെ ഓർക്കുവാനും അവരുടെ സേവനങ്ങളെ മഹത്തരമെന്ന് വിശേഷിപ്പിക്കുവാനും എന്നും നമുക്ക് സാധിക്കുന്നു. പൗത്തിൽ പിതാവും അതോടൊപ്പം പെരുന്തോട്ടം പിതാവും നടന്നു വന്ന വഴിയിലൂടെ കാലത്തിൻ്റെ മാറ്റത്തിനൊത്ത് ദൈവജനത്തെ നയിക്കാൻ അഭിവന്യ തറയിൽ പിതാവിന് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. മുൻ പിതാക്കന്മാരൊക്കെയും നൽകിയ വഴിത്താരയിലൂടെ നടന്നു പോകുവാനും എല്ലാ ഘട്ടത്തിലും ധൈര്യമായി സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ അഭിവന്യ പിതാവിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടയൻ എന്ന നിലയിൽ സമൂഹത്തിന് മാത്രമല്ല, ആധ്യാത്മിക കൃപയുടെയും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും വലിയ തോതിലുള്ള പങ്കാളിത്തം വഹിക്കാൻ അഭിവന്യ പിതാവിന് കഴിയും. എല്ലാവിധമായ ആശംസകളും നേരട്ടെ. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നത്. Protocol number 854
2024. Major Archiepiscopal Letter of Canonical Provision. Mar Raphael Katil, the Major Archbishop of the Syro-Malabar Church, sends his paternal blessings to Your Excellency, Bishop Thomas Tarail, until now, Auxiliary Bishop of the Archdiocese of Changanasheri, whom the Synod of Bishops of the Syro-Malabar Church has elected the Metropolitan Archbishop of Changanasheri. Upon acceptance of the letter of resignation submitted as per Canon 210, paragraph 1 of the Code of Canons of the Eastern Churches, at the completion of 74 years of age, by His Grace, Archbishop Joseph Perundotam, who shepherded the Archdiocese of Changanasheri with paternal care and the foresight of an able leader from 19th March 2007, for more than 17 years as its 8th bishop. There was the need to find a suitable successor to him. On the completion of the canonical process for the election of bishops, the Synod of Bishops of the Syro-Malabar Church assembled in the third session of the 32nd Synod, held from 19th to 31st August 2024, has found in you the right person for the office and elected you the Metropolitan Archbishop of Changanasheri. ഞാൻ സാജൻ സി ആൻഡ്രോസ്, സാജ്കോ ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധമായ പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ കട്ടള, ജനൽ, അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോ, ഇൻ്റർലോക്ക് ടൈൽസ്, ഇൻ്റർലോക്ക് ബ്രിക്സ്, കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് വാട്ടർ ടാങ്ക്, ഇത്ര ഐറ്റംസ് ഞങ്ങളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും സാജ്കോയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിച്ചുകൊള്ളുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപ്പൊലീത്തയായി സ്ഥാനാരോഹണം ചെയ്യുന്ന അഭിമന്യ തോമസ് തറയിൽ പിതാവിന് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത PR ജാഗ്രതാ സമിതി അംഗവുമായി പ്രവർത്തിക്കുന്ന വർഗീസ് ആൻ്റണി. നമസ്കാരം, ഞാൻ സോജി സി മറ്റത്തിൽ, ചങ്ങനാശ്ശേരി റീഗൽ കാസിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെയും കരുണയുടെയും സർവോപരി ലാളിത്യത്തിൻ്റെയും പ്രതീകമായ മാർ തോമസ് തറയിൽ പിതാവിന് ചങ്ങനാശ്ശേരിയിലെ പ്രീമിയം വില്ല പ്രൊജക്റ്റായ റോയൽ കാസിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും.
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപ്പൊലീത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ ഒരുക്കങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നടക്കുകയാണ്. അഭിവന്യ പിതാവിന് ഈ അവസരത്തിലെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ചും അഭിവന്യ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തോടുകൂടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ മുഖം തീർച്ചയായിട്ടും കൈവരികയാണ്. പുണ്യവാന്മാരായ പിതാക്കന്മാരുടെ പിന്മുറക്കാരനായിട്ട് അഭിവന്യ പിതാവും തീർച്ചയായിട്ടും ഈ അതിരൂപതയെ മിശിഹ ആഗ്രഹിക്കുന്ന വിധത്തിൽ നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ ചൈതന്യം, നവീനമായിട്ടുള്ള മാർഗങ്ങളുമൊക്കെ അഭിവന്യ പിതാവിന് തീർച്ചയായിട്ടും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ നവീനമായ ഒരു രജപാലന ശൈലി തീർച്ചയായിട്ടും അഭിവന്യ പിതാവിന് ഇതുവരെയും ഉണ്ട്, ഇനിയും അത് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അഭിവന്യ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഞാൻ വിനയകുമാർ, വിൻഗോ UPVC വിൻഡോസ് ആൻഡ് ഡോഴ്സിൻ്റെ MD ആണ്. UPVC ആൻഡ് അലുമിനിയം വിൻഡോസ് ആൻഡ് ഡോഴ്സിൻ്റെ മാനുഫാക്ചറിംഗ് സ്ഥാപനമാണ്. പാലാ അരണാപുരത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒക്ടോബർ മാസം ഇന്ത്യക്കും ഭാഗ്യമാസമാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ഭാഗ്യമൊട്ടും കുറവില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മെത്രാഭിഷേകം ആർച്ച് ബിഷപ്പായി അഭിവന്യ പെരുന്തോട്ടം പിതാവിൻ്റെ അനുയോജ്യനായ പിൻഗാമിയായി തറയിൽ പിതാവും അഭിഷക്തനാവുകയാണ്. ജനസ്വരം ദൈവസ്വരമായി എന്ന് പ്രമാണത്തിൽ പറയുന്നത് ഇക്കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിച്ചത്, ജനങ്ങൾ പ്രാർത്ഥിച്ചത്, ജനങ്ങൾ സാമാന്യ ബുദ്ധിയിൽ ഊഹിച്ചത് അത് അതേപടി സംഭവിച്ചു എന്നുള്ളതാണ് തറയിൽ പിതാവിൻ്റെ ഈ സ്ഥാനാഭിഷേകത്തിൻ്റെ സവിശേഷത എന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവ് എല്ലാ അർത്ഥത്തിലും ജനകീയനാണ്, എല്ലാ അർത്ഥത്തിലും ജനപ്രിയനാണ്. ഒരുപക്ഷെ കേരളത്തിലെ പുതിയ തലമുറ മത ആചാര്യന്മാരിലും മതമേലധ്യക്ഷന്മാരിലും ഒരുപക്ഷെ പിതാവിനെ പോലെ ഇത്ര പ്രസന്നമായ പ്രഭാഷണ ശൈലി ദൈവം നൽകിയിട്ടുള്ളത് മറ്റാർക്കുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ഭക്തി കൊണ്ട്, ആരാധന ക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ള നിഷ്ഠ കൊണ്ട്, അതിൻ്റെ ശബ്ദഭംഗി കൊണ്ട് ഒക്കെ പിതാവ് ചെല്ലുന്നിടത്തൊക്കെയും വിശ്വാസികളുടെയും വിശ്വാസ സമൂഹത്തിന് പുറത്തുള്ള ഇതര സമുദായ സഹോദരങ്ങളുടെയും ഇഷ്ടം, സ്നേഹം, സൗഹൃദം എല്ലാം നേടുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ മത സാഹോദര്യത്തിനും സമുദായ മൈത്രിക്കും ഉള്ള ഭാവികാല ഉറപ്പുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണമല്ലോ സഭയുടെ നേതൃത്വവും രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വവും ഒക്കെ ജനങ്ങൾക്ക് ആവശ്യമായ പാഠങ്ങൾ നൽകാൻ, ജനങ്ങൾക്ക് പാഠങ്ങൾ നൽകാൻ അനുയോജ്യനായ ആത്മീയാചാര്യനായി തറയിൽ പിതാവ് ദീർഘകാലം
വാഴട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഈ ഒക്ടോബർ 31 തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു വലിയ ശുശ്രൂഷയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. 17 വർഷം ആർച്ച് ബിഷപ്പായിട്ട്, പിന്നെ 5 വർഷം സഹായമിത്രനായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് നൽകിയത് പിതാവിനെ വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വലിയൊരു സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാണ് ഒക്ടോബർ 31. നമുക്കൊരു പുതിയ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് സ്ഥാനമേൽക്കുകയാണ്. പിതാവ് ചെറുപ്പമാണ്, പക്ഷേ പിതാവിന് 7 വർഷത്തെ ബിഷപ്പായിട്ടുള്ള പരിചയങ്ങളുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ദർശനങ്ങൾ നന്നായിട്ടുണ്ട്. അദ്ദേഹം ഒരു പണ്ഡിതനും കൂടിയാണ്. പിതാവിന് ഈ അതിരൂപതയെ വളരെ ശക്തമായി ആത്മീയമായിട്ടും ഭൗതികമായ രീതിയിലും എല്ലാം നയിക്കാനുള്ള കഴിവ് പിതാവിനുണ്ട്. ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. തീർച്ചയായിട്ടും സഭയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദൈവം തനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ ഇടയന്മാരായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ സഭയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ സഭയോടുള്ള, ചങ്ങനാശ്ശേരി അതിരൂപതയോടുള്ള വലിയ കരുതലാണ് എന്ന് പരിപൂർണമായിട്ട് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവാനുഗ്രഹങ്ങൾ പിതാവിന് നേരുന്നു. പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥന മംഗളങ്ങളും ആശംസിക്കുന്നു. അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിന് വേണ്ടി, ചങ്ങനാശ്ശേരി പ്രാദേശിക സഭയ്ക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാതിരുന്ന് ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. Thank you, Live TV, for giving us this opportunity to publicly convey our greetings, good wishes, respects, regards to the new Archbishop of Changanasheri, who is my Archbishop too, because I belong to the Changanasheri Archdiocese. I know it's going to happen tomorrow, all right, so this is just ahead of that function. I know it's going to be a massive function in Changanasheri with thousands and thousands of people participating, massive number of bishops and archbishops participating. It's a big celebration where the bishop is becoming the Archbishop of
ചങ്ങനാശ്ശേരി ആർച്ച് ഡയസസ്. അദ്ദേഹത്തിനെ ഐ നോ ഹിം rather well. We work together. Even we are here in this building, in this place, because of him. I always appreciated his dynamism, very dynamic, and the perspective that he has, and the kind of idea-wise, building the archdiocese, building institutions in archdiocese, building the people of archdiocese, and in any of those, he is a fantastic human being, a fantastic leader. So I want to thank you for giving us the opportunity to say how proud we are of him, of what he has achieved, what I am sure he will achieve. The Archdiocese is fortunate to have such a dynamic new Archbishop. Of course, there's one thing special I have. I remember from Kalasheri Bishop onwards, this is about 70 years ago, from the successive bishops and archbishops I know, and I have rather good connection with practically every one of them. Changanasheri was fortunate to have successive generations of fantastic leaders as bishops or archbishops, and that tradition and legacy continues with the new archbishop. We are blessed by his coming in. We wish God's blessings on him and on the people of the Archdiocese of Changanasheri. And may Mar Thomas Tarail reign high in the years to come, and let the people of this archdiocese get benefited by his leadership, by his thoughtfulness, his idea capability, and his personality itself. Fantastic personality. When one sees him, always a God, he's created specially. So thank God for that. And to the Archbishop, to Mar Thomas Tarail, say, പിതാവേ, ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഗുഡ് വിഷസും ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ. താങ്ക് യു. ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിക്കുവാനായിട്ട് നിയുക്തനായിരിക്കുന്ന അഭിമന്യ മാർ തോമസ് തറയിൽ മെത്രാപ്പോലീത്ത 31-ാം തീയതി സ്ഥാനാരോഹണം നിർവഹിക്കുകയാണ്. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകാംഗം, ഞാനും കത്തീഡ്രൽ ഇടവകാംഗം തന്നെയാണ്, ഒരേ ഇടവകക്കാർ തന്നെയാണ്.
കലാലയത്തിൻ്റെ പേരിൽ, അസംഷൻ കോളേജിൻ്റെ പേരിലും അഭിനന്ദ പിതാവിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും അധ്യാപകരുടെ, അനധ്യാപകരുടെ, വിദ്യാർത്ഥിനികളുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. ഞാൻ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ. കാഞ്ഞിരപ്പള്ളി രൂപതയും കൂടി ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ അതിരൂപതാധ്യക്ഷനായിട്ട് നിയുക്തനായിരിക്കുന്ന അഭിമന്യ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ്. വലിയ വലിയ ബോധ്യങ്ങളോടുകൂടി നിലപാടുകളെടുത്ത് കാര്യങ്ങളോട് പ്രതികരിക്കുകയും ചിന്തിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആ ശക്തി ഇപ്പോൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞ അഭിമന്യ തറയിൽ പിതാവ് അതിരൂപതയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഞങ്ങൾക്കെല്ലാം ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം സത്യത്തിനു വേണ്ടിയും സമൂഹ നന്മയ്ക്ക് വേണ്ടിയും നിലനിൽക്കുന്ന നിലപാടുകൾ വിശ്വാസത്തിലും സന്മാർഗത്തിലും ദൈവത്തെ നയിക്കുന്നതോടൊപ്പം അതും ആത്മീയ ഭൗതിക പുരോഗതിയും പ്രധാനപ്പെട്ടതാണ് ചിന്തിക്കുകയും അതിലേക്ക് സാമൂഹ്യ അവബോധത്തോടെ നയിക്കുകയും ചെയ്യുന്ന തറയിൽ പിതാവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിലും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരിലും ആശംസകളും നന്മകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് ജിത്തു ജോസ്. ഞാൻ പാലായിൽ സ്പേസ് ഗ്രീഡ് ഡിസൈൻ ആൻഡ് ബിൽഡ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി വരുന്നു. ഞങ്ങൾ റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലുമായി എല്ലാവിധ കൺസ്ട്രക്ഷൻ സർവീസസും ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്ലാന്, എസ്റ്റിമേഷൻ, ഡിസൈന്, പിന്നെ ടേൺകീ കൺസ്ട്രക്ഷൻസ്, അങ്ങനെ എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രോജക്റ്റുകൾ പാലായിലും കോട്ടയത്തും തിരുവല്ല, ചങ്ങനാശ്ശേരി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. വീടുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകൾ എന്നിവയെല്ലാം ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി ടേൺകീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഫുൾ വർക്ക് ഫുള്ളായിട്ട് തീർത്ത് റെഡി ടു കെപ്പൈ ആയി ഹാൻഡിങ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മാർ തോമസ് തറയിൽ പിതാവിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ലിജോ തോമസ്. ഞാൻ പാലായിൽ കൂൾ കെയർ AC സെയിൽ ആൻഡ് സർവീസ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് AC സംബന്ധമായിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സും, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവൻ തുടങ്ങിയ എല്ലാ സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. നമ്മൾ AC-യുടെ സെയിൽ ആൻഡ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. മിശിഹായുടെ ദൗത്യത്തിനായി നിയോഗിക്കപ്പെടുന്നു. പ്രധാന കാർമ്മികനായ മേഘനാഥ് ബിഷപ്പ് ദൈവസന്നിധിയിൽ മുട്ടുകൾ കുത്തി നിൽക്കുന്ന നിയുക്ത മെത്രാപ്പൊലീത്തയുടെ ശിരസിൽ വലതുകരം ചേർത്ത് വെച്ച് ശുശ്രൂഷ ഏൽപ്പിക്കലിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി
ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നു. മിശിഹായുടെ സഭയെ വിശ്വസ്തയോടെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുക, സഭയുടെ ശുശ്രൂഷകൾക്കായി തന്റെ പ്രവിശ്യയിൽ മെത്രാന്മാരെ കൈമുട്ട് വഴി വാഴിക്കുക തുടങ്ങിയ അജപാലന ദൗത്യങ്ങൾക്കായി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മെത്രാപ്പൊലീത്ത ഈ നിമിഷം വേർതിരിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ ഭക്തിപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കാരുണ്യവാനും ദയാനിധിയുമായ ഞങ്ങളുടെ കർത്താവേ, സഭാ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ ദാസൻ തോമസ് തറയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പൊലീത്തയായി അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിന് ഈ സഹോദരൻ യോഗ്യനാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയ സഹോദരരെ, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി സ്ഥാനമേൽക്കുന്ന തറയിൽ മാർ തോമസ് മെത്രാന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭാ ശുശ്രൂഷയ്ക്കായി പൗരോഹിത്യത്തിന്റെ പദവികൾ നൽകുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന മേൽപ്പെട്ട സ്ഥാനം എന്ന ദാനത്തിൽ അങ്ങേ സ്ഥിരീകരിക്കട്ടെ. ഈ ദാനം മിശിഹായുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപാകെ പ്രസന്നവദനായിരിക്കുന്നതിനും ഉത്സാഹത്തോടെ ഇടയനത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പ്രധാന ഇടയനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ എതിരേൽക്കുന്നതിനും കാരണമാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയെ വിശ്വസ്തതാപൂർവം ഭരിക്കുന്നതിനും അങ്ങയുടെ കൃപാതിരേഖത്താൽ സഭയുടെ ശുശ്രൂഷയ്ക്കായി തന്റെ പ്രവിശ്യയിലെ മെത്രാന്മാരെ കൈവപ്പ് വഴി വാഴിക്കുന്നതിനും അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോടെ നയിക്കുന്നതിനും ഈ ദാസൻ ശക്തനാകട്ടെ. അങ്ങനെ വിശ്വസ്തരായ കാര്യസ്ഥർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സമ്മാനത്തിന് അർഹനാകുവാൻ അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസനീടയാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയ്ക്കടുത്ത
മഹനീയമായ ശുശ്രൂഷയ്ക്കായി മാർ തോമസ് തറയിൽ വേർതിരിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൈവെപ്പ് പ്രാർത്ഥനകൾക്ക് ശേഷം പരിശുദ്ധ മദ്ബഹായിൽ ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്ന നവമെത്രാപ്പൊലീത്ത ആചരിക്കാൻ സമൂഹിക്കപ്പെടുന്ന മുടി ധരിക്കുകയും അംശവടി കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ കൃപയുടെ ദാനം അങ്ങിൽ പൂർത്തിയാക്കട്ടെ. അവിടുത്തെ തിരുമനസ്സിനെ പ്രസാദിക്കുന്ന പാതയിൽ ചരിക്കുവാൻ അങ്ങയെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇരിപ്പിടം അഥവാ സിംഹാസനം എന്നർത്ഥമുള്ള കത്തീഡ്ര എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കത്തീഡ്രൽ എന്ന വാക്കിന്റെ ഉത്ഭവം. രൂപതാ മെത്രാന് വേണ്ടി പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടം എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളുടെയും സവിശേഷതയാണ്. ഈ ഇരിപ്പിടത്തിലേക്ക് ശുശ്രൂഷ ഏറ്റെടുത്ത മെത്രാപ്പൊലീത്തായി പ്രധാന കാർമ്മികൻ ആനയിക്കുന്ന കർമ്മം ശുശ്രൂഷ ഏൽപ്പിക്കൽ ക്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. 1117 സ്ഥാപിതമായ ചങ്ങനാശ്ശേരി പള്ളിയെ 1891 മാർച്ച് 20 സഹകാർമ്മികരും ചേർന്ന് ഇപ്പോൾ ആനയിക്കുന്നു. അനന്തമായ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റാനും അതിരൂപതയിലെ വൈദിക ഗണത്തോടൊപ്പം ദൈവജനത്തെ വിവേകത്തോടെ നയിക്കാനും തന്നെ ശക്തനാക്കണമേ എന്നുള്ള നവമെത്രാപ്പൊലീത്തയുടെ പ്രാർത്ഥനയാണ് തുടർന്ന് നടത്തുക. പ്രാർത്ഥനാപൂർവം ഈ നിമിഷങ്ങളിൽ നമുക്കും പങ്കുചേരാം. കർത്താവേ, ശക്തനായ ദൈവമേ, അനന്തമായ അങ്ങയുടെ പരിപാലനത്തിൽ എളിയവനായ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ആരോഗ്യാൽ എന്നെ നിറയ്ക്കുകയും സ്നേഹന്മാരുടെ തീക്ഷ്ണതയോടുകൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നെ ശക്തനാക്കുകയും ചെയ്യണമേ. എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ അതിരൂപതയിലെ വൈദിക ഗണത്തോടൊപ്പം ദൈവജനത്തെ വിവേകത്തോടെ നയിക്കാൻ എന്നെ ശക്തനാക്കണമേ. അവരും ഞാനും ഒരുമിച്ച് അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ നിത്യമായി അങ്ങയെ പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ശുശ്രൂഷയെടുത്ത അഭിമന്യ മെത്രാപ്പൊലീത്തായെ സഭ മുഴുവന്റെയും പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ തിരുക്കർമ്മങ്ങൾക്ക് സന്നിഹിതരായിരുന്ന ബഹുമാനപ്പെട്ട മെത്രാന്മാർ ഇപ്പോൾ അനുമോദിക്കുകയും അദ്ദേഹത്തിന്റെ കൈസ്നീവ ചുംബിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വൈദിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് 18 ഫൊറോനകളിലെയും വികാരിമാർ മെത്രാപ്പൊലീത്തയോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് കൈസ്നീവ ചുംബിക്കുന്നു. തത്സമയം ഗായക സംഘം ശ്രീവ വണക്കം ധ്യാനിക്കുന്ന മദ്ബഹ ഗീതം ഒറീസ തന്നെ ആലപിക്കുന്നു. ും
എൻ്റെ പേര് ജെസി മനോജ്. ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സെൻറ്റർ എന്ന സ്ഥാപനം പാലാ കൊട്ടാരമറ്റത്ത് കഴിഞ്ഞ 24 വർഷക്കാലമായി നടത്തി വരുന്നു. ഈ സ്ഥാപനത്തിൽ സ്റ്റഡി എബ്രോഡ്, ഇന്ത്യൻ അഡ്മിഷൻ എന്നീ കാര്യങ്ങളാണ് നടത്തുന്നത്. അതിനോടുകൂടി ഇംഗ്ലീഷ് ട്രെയിനിങ് ടെസ്റ്റുകളായ IELTS, PTE, OET എന്നീ പറയുന്ന കാര്യങ്ങൾ നടത്തപ്പെടുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എൻ്റെയും ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സെൻറ്ററിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഡോക്ടർ BG ഗോകുലൻ, തിരുവല്ല സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിൽ ചീഫ് ഫിസിഷ്യനാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഏകദേശം 31 വർഷത്തിലധികമായിട്ട് തിരുവല്ലയിലും കേരളത്തിലും മറ്റ് പല ഭാഗങ്ങളിലും ആഗോളതലത്തിൽ തന്നെ നേത്രചികിത്സയിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, ആയുർവേദ നേത്രചികിത്സയിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റ് പഞ്ചകർമ്മ ചികിത്സകളും എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു ആശുപത്രി സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. നേത്രരോഗികൾക്ക് പുറമേ നടുവേദന, കാൽമുട്ടുവേദന, സന്ധിവാതം, സ്ട്രോക്ക് വന്നിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സ്പോണ്ടിലോസിസ്, ആങ്കിലോസിങ് സ്പോണ്ടിലോസിസ്, അങ്ങനെ പല വിധത്തിലുള്ള വാതരോഗങ്ങളാവട്ടെ, മറ്റു തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, തലവേദന, അലർജി സംബന്ധമായിട്ടുള്ള മൈഗ്രെയിൻ, അങ്ങനെയുള്ള ആമാശയ സംബന്ധമായിട്ടുള്ള, ദഹന സംബന്ധമായിട്ടുള്ള IBS, അങ്ങനെയുള്ള പലവിധ രോഗങ്ങൾക്കും ധാരാളം രോഗികൾ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായിട്ട് ഇവിടെ വരുന്നു, സുഖം പ്രാപിച്ചു പോകുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇന്നിവിടെ വന്നത് പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യുന്ന മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയും അദ്ദേഹത്തിന് ദീർഘകാലം ആർച്ച് ബിഷപ്പായിട്ട് തുടരുന്നതിന് ദൈവം അനുഗ്രഹം നൽകട്ടെ. നമസ്തേ, നന്ദി. എൻ്റെ പേര് മനോജ്, എൻ്റെ വൈഫ് സിമി. ഞങ്ങൾ പാലായിലെ കാനാട്ടുപാറയിൽ കഫേ മാറ്റോ എന്നൊരു സ്ഥാപനം നടത്തുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് ഈ കഫേ മാറ്റോയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു.
നമസ്തേ, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഏറ്റുമാനൂർ പാലാ റോഡിൽ ഡെക്കർ ഡ്രീംസ് എന്ന ഒരു ഇൻറ്റീരിയൽ ഫർണിഷ് സ്ഥാപനം നടത്തുന്നതാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കർട്ടനാണ്. കർട്ടൻ എല്ലാ ടൈപ്പ് കർട്ടൻസും ഉണ്ട്. കർട്ടൻ ബ്ലൈൻഡ്സ് ഉണ്ട്, സീബ്ര ബ്ലൈൻഡ്സ്, റോമൻ, വുഡൻ ബ്ലൈൻഡ്സ്, തുണിയുടെ കർട്ടന്, റെഡിമെയ്ഡ് കർട്ടന്, ഏത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള കർട്ടൻസ് നമുക്ക് ഇവിടെ അവൈലബിളാണ്. കൂടാതെ മാറ്റുകളുണ്ട്. നമുക്ക് എല്ലാ ടൈപ്പ് മാറ്റുകളും, റോൾ മാറ്റുണ്ട്, അതുപോലെ ചെറിയ ചെറിയ മാറ്റുകൾ, എല്ലാ ടൈപ്പുള്ള മാറ്റുകളും ഇവിടെ ഉണ്ട്. അതുകൂടാതെ പ്ലാനറ്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, കൂടാതെ ഫോം ബെഡുകൾ, സ്പ്രിങ്, അതെല്ലാം ഗ്യാരണ്ടി ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഫില്ലോസ്, ബെഡ് കവറ്, ബെഡ്ഷീറ്റ്, പിന്നെ സെറ്റി കവറുകൾ, സെറ്റി മാറ്റ്, പിന്നെ വിനയിൽ, തറയിൽ ഒട്ടിക്കുന്ന വിനയിൽ, പിന്നെ ബാംബു കർട്ടൻസ്, അങ്ങനെ എല്ലാവിധ ഇൻറ്റീരിയൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ കർട്ടൻ കസ്റ്റമൈസ് ചെയ്ത് സോഫ സെറ്റി എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധ ഇൻറ്റീരിയൽ സംബന്ധമായിട്ട് എല്ലാ വർക്കുകളും ഞങ്ങൾ ഉത്തരവാദിത്തോടു കൂടി ഗ്യാരണ്ടി ആയിട്ട് 100% ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഈ ദിവസത്തിന്റെ സന്ദേശം നൽകുന്നു. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് അഭിമന്യ പിതാവിനെ ശ്രദ്ധയോടെ ശ്രമിക്കാം. സിറോ മലബാർ സഭയ്ക്ക് 2 വികാരിയാക്കളുകൾ സ്ഥാപിച്ചു, തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും. ആ 2 വികാരിയാക്കളിൽ നിന്നാണ് ബാക്കിയുള്ള നമ്മുടെ എല്ലാ രൂപതകളും പിന്നീട് വിഭജിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സഭയുടെ സ്വത്വബോധവും ആരാധന ക്രമാധിഷ്ഠിതമായിട്ടുള്ള ആധ്യാത്മികതയും അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിൽ ചങ്ങനാശ്ശേരി അതിരൂപത സിറോ മലബാർ സഭയ്ക്ക് നൽകിയിട്ടുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഭാവനകൾ ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇരുപത്തിരണ്ട് വർഷത്തോളം ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുത്ത ശേഷം സഹായമെത്ര എന്ന നിലയ്ക്കും മെത്രാപ്പോലിത്ത എന്ന നിലയ്ക്കും നേതൃത്വം കൊടുത്ത ശേഷം അഭിനന്ദനായിട്ടുള്ള ജോസഫ് പെരുന്തോട്ടം പിതാവ് തന്റെ ശുശ്രൂഷകളിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹം സഭയ്ക്ക് ചെയ്തിട്ടുള്ള വലിയ നന്മകൾ, സംഭാവനകൾ ദൈവതിരുമുൻപിലെ ഒരുപാട് കടപ്പാടോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിർബന്ധമായിട്ട് എൻ്റെ മനസ്സിൽ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. പിതാവ് വളരെ ശാന്തനും സൗമ്യനുമാണ്. ഞാൻ എപ്പോഴെങ്കിലും പിതാവ് ചൂടായിട്ട് കണ്ടിട്ടില്ല.
ശാന്തനും വിനീതനുമായ ഒരച്ഛപാടകൻ. രണ്ടാമത് ഞാൻ പിതാവിനെ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്നതിനേക്കാൾ കേൾക്കുന്നതിനെ ഇഷ്ടം കാണിക്കുന്ന ഒരു പിതാവ്. കേർണൽ റാറ്റ്സിംഗർ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് മറിയത്തെ കുറിച്ച് പറയുന്ന വളരെ ആധികാരികമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. മറിയം ഈശോയെ ഗർഭം ധരിച്ചത് ചെവിയിലൂടെയാണ്. ഹോളി സ്പിരിറ്റ് entered through the ear. അഭിനന്ദനായിട്ടുള്ള പെരുന്തോട്ട പിതാവിനെ കുറിച്ചിട്ട് ഞാൻ ഒക്കെ പറയാൻ ആഗ്രഹമുള്ളത്, കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പിതാവ്. പിതാവ് എവിടെയെങ്കിലും അധികം പറഞ്ഞിട്ട് നിങ്ങൾ മടുപ്പ് തോന്നിയിട്ട് ഉണ്ടാകില്ല. മറ്റുള്ളവർ എത്ര പറഞ്ഞാലും അതിലൊരു ഇഷ്ടക്കുറവ് കാണിക്കാതെ ശാന്തമായിട്ട് കേൾക്കുന്ന ഒരു പിതാവ്. പിതാവ് നമുക്ക് നൽകിയ ഈ വലിയ സത്മാതൃക പകരം വയ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നേതൃപാഠവുമാണ്. പിതാവിന്റെ ആധ്യാത്മികതയെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പിതാവിന്റെ ആധ്യാത്മികത വളരെ എക്ലസിയോളജിക്കലും വളരെ ലിറ്റോർജിക്കലുമാണ്. അതേക്കുറിച്ചിട്ട് ഞാൻ ചിലപ്പോൾ വായിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ക്രിസ്റ്റോളജി കണ്ടിന്യൂസ് ത്രൂ എക്ലസിയോളജി and ecclesiology fructifies in missiology. ഇത് രണ്ടും മൂന്നും വേർതിരിക്കാൻ പറ്റാത്ത വിധത്തില് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ചങ്ങനാശ്ശേരി രൂപതയുടെ സംഭാവനകളിലെ പെരുന്തോട്ട പിതാവ് നൽകിയ ഏറ്റവും വലിയ സംഭാവന സഭയുടെ സഭാത്മകത ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമാണെന്നുള്ള വലിയ സന്ദേശം ജീവിതത്തിലൂടെ ഈ സഭയുടെ ഈ രൂപതയുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകം പിതാവ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സിൻഡോ, പപ്പയുടെ പേര് ജോസ്. ഞങ്ങൾ പാലാ പ്രവിത്താനത്ത് ഏഞ്ചൽ ഇന്ത്യൻ സ്ഥാപനം 15 വർഷമായിട്ട് നടത്തി വരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനോദരനാക്കുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അഡോർ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഇടിഞ്ഞില്ലം. മനുഷ്യൻ്റെ വസ്ത്ര സൗന്ദര്യത്തിന്, വസ്ത്രസങ്കല്പങ്ങൾക്ക് മഴവില്ലഴക് നിറയ്ക്കാൻ കഴിയുന്ന നിരവധി കളക്ഷനുകൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ മാനേജ്മെൻറ്റ് സ്റ്റാഫ് അറിയിക്കുന്നു. ഞാൻ വർഗീസും ഇത് മറിയാമ്മയും
ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് വാമ പ്രൊഡക്ട്സ് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ മംഗളാശംസകളും ഞങ്ങളുടെ പേരിൽ. ഏവർക്കും നമസ്കാരം. ഞാൻ ടിജോ. കഴിഞ്ഞ 25 വർഷക്കാലത്തെ സേവന പാരമ്പര്യ തനിമയിൽ കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലും പ്രവർത്തനം തുടക്കം കുറിച്ച AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൻ്റെ ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ മുതൽ വിവാഹ പാർട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കേരള ട്രഡീഷണൽ, ആൻറ്റിക്, ചെട്ടിനാട് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരണങ്ങൾ ചങ്ങനാശ്ശേരി ഷോറൂമുകളിലും ലഭ്യമാണ്. കൂടാതെ ഇരുനിലകളിലുമായി 18 ക്യാരറ്റിൻ്റെയും വജ്രാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകളും ലഭ്യമാണ്. ഉയരുന്ന സ്വർണ്ണവിലയിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരുവാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും അതോടൊപ്പം തന്നെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കുവാനുള്ള മംഗല്യ ഗോൾഡ് സേവിംഗ്സ് സ്കീമും ലഭ്യമാണ്. പുരാതന ക്രൈസ്തവ കേന്ദ്രമായ ചങ്ങനാശ്ശേരിക്ക് അഭിമാന പുളകം ചാർത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിഭദ്രാസനത്തിൻ്റെ 9ാമത്തെ മെത്രാപ്പൊലിത്തയായി സ്ഥാനമേറ്റ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവിന് AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേര് TU ഇമ്മാനുവൽ. ഞാൻ കോട്ടയത്ത് നാഗമ്പടത്ത് പ്രവർത്തിക്കുന്ന SH സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടറാണ്. ഇന്നേ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ ദാനമാണ് അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവ്. ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച്, യുവാക്കളുടെ ചിന്തകൾക്കനുസരിച്ച് യുവാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് കത്തോലിക്ക സഭയെ ധീരമായി നയിക്കുന്ന, ക്രിസ്ത്യാനിറ്റി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്ന, സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അഭിവന്ദ്യ പിതാവിന് സ്ഥാപനത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം ഹൃദ്യമായ പ്രാർത്ഥനാമംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു.
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ഒന്നിക്കും പാപങ്ങളുടെ മോചനത്തിനും പരീക്ഷകളുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പരിവർത്തിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പ്രതിദിനം അർപ്പിക്കുകയും ചെയ്യും. President of CVCI. Your Grace, Most Reverend Thomas Tarhil, Archbishop of Changancherry, and Your Grace, Most Reverend Joseph Permitotan, Archbishop Emeritus of Changancherry, Most Reverend George Jacob Kubala, Cardinal-elect,
all archbishops, bishops, priests, religious, and my dear people of God in Changanacharya. I am very pleased to be with you, all of you, on this joyful occasion of the enthronement ceremony of Most Reverend Thomas Carolino as Metropolitan Archbishop of Changanacharya, and to give thanks to God for the gift of the new chief pastor of this beloved archieparchy. എൻ്റെ പേര് ടോമി സെബാസ്റ്റ്യൻ. ഞാൻ പാലാ ടൈൽസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. പുതുതായി നിയമിതനാകുന്ന ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ രാജീവ് ജോർജ്, പാലാ ടേക്ക് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യു. ഞാൻ ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗമാണ്. അർച്ചന വിമൻസ് സെൻറ്റർ ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സമൂഹത്തിൻ്റെ സാമൂഹ്യ സേവന വിഭാഗമാണ്. ഇവിടെ യേശുവിൻ്റെ കാലടികളിൽ പ്രത്യേക വേഷവിധാനങ്ങളൊന്നുമില്ലാതെ ശിരോവസ്ത്രമോ യൂണിഫോമോ ഒന്നും ഉപയോഗിക്കാതെ കൊണ്ട് തിരുസഭയ്ക്ക് കടന്നെത്താൻ പറ്റാത്ത മേഖലകളിൽ പോലും സാന്നിധ്യമായി നിന്നുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കും, ഞങ്ങൾ അവരവരെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കും എന്ന സാക്ഷ്യമാണ് OMMI സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സന്യസ്തരെ പോലെ തന്നെ 3 വ്രതങ്ങളും എടുത്തുകൊണ്ട്, എന്നാൽ ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ലാതെ സാധാരണ ജനങ്ങളിടയിൽ അവരിൽ ഒരാളായി അവരുടേതായ നൊമ്പരങ്ങളിൽ ഒപ്പിക്കൊണ്ട് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം ജീവിച്ചുകൊണ്ട് ഇങ്ങനെയും വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും എന്ന ഒരു ചലഞ്ചിങ് ദൈവവിളിയാണ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ളത്. അതാണ് ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചന വിമൻസ് സെൻറ്റർ യേശുവിൻ്റെ സ്ത്രീകളോടുള്ള സമീപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്
തൊട്ടുകൂടാത്തവർക്ക് തൻ്റെ ഒരു വിലയില്ലാത്തവരായി സമൂഹം കണക്കാക്കിയിരുന്നവർക്ക് യേശു അവരെ തൊട്ടുകൊണ്ടും സൗഖ്യപ്പെടുത്തിക്കൊണ്ടും ഒരു വലിയ ജീവൻ നൽകുന്ന സാന്നിധ്യമായിരുന്നു. ആ യേശുവിൻ്റെ ജീവൻ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അനേകായിരം സ്ത്രീകൾക്ക് തങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനും നന്മകൾ കണ്ടെത്താനും കുടുംബത്തെയും അവരിടപെടുന്ന സമൂഹത്തെയും എല്ലാം അല്പം കൂടെ വിശുദ്ധിയുള്ളതാക്കാൻ മേന്മയുള്ളതാക്കാൻ പ്രാപ്തരാക്കി എടുക്കുകയാണ് അർച്ചന വിമൻസ് സെൻ്ററിൻ്റെ ദൗത്യം. ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും, പ്രത്യേകിച്ചും ഏറ്റവും അധികം അടിച്ചമർത്തപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു പുനരുത്ഥാനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അർച്ചന കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അർച്ചനയെ തിരുസഭ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ OMMI സമൂഹത്തെ തിരുസഭ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷൻ. ഇവിടെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിലൂടെ സ്ത്രീകളെ കടത്തിവിട്ടുകൊണ്ട് എല്ലാവർക്കും ഇത് സാധ്യമാണ്. എല്ലാവർക്കും ഒരേപോലെ ഈ സമൂഹത്തിൻ്റെ നന്മകളും മേന്മകളും റിച്ച്നെസ്, വെൽത്തും എല്ലാം അനുഭവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് അർച്ചന വിമൻസ് സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 20 വർഷത്തോളമായി അർച്ചനയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും അതിൻ്റെ സ്വരധ്വനികൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ മാർ തോമസ് തറയിൽ പിതാവ് സ്ഥാനാരോഹണം ചെയ്യുന്ന ദിവസമാണ്. അർച്ചനയെ സംബന്ധിച്ചും വളരെ അഭിമാന നിമിഷമാണിത്. ഞങ്ങളുടെ തന്നെ സിസ്റ്റർ വേദപാഠം പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഫാദർ ബിഷപ്പ് മാർ തോമസ് തറയിൽ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണ ദിവസത്തിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സമൂഹത്തിൻ്റെയും അർച്ചന കുടുംബാംഗങ്ങളുടെയും സ്നേഹനിർഭരമായ ആദരവും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുന്നു. നമസ്കാരം. നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
മധ്യ തിരുവിതാംകൂറിലെ ഫ്ലോറിംഗ് രംഗത്ത് ഏറെ പ്രശസ്തമായ ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരായ സലികുമാറും സനിൽ ഷാലിമാറും നേതൃത്വം കൊടുക്കുന്ന ഷാലിമാർ ഗ്രാനൈറ്റ് ഗ്രൂപ്പിൻ്റെ പേരിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മധ്യ തിരുവിതാംകൂറിന് എന്നും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ ബിഷപ്പായി അഭിഷിക്തനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് ഷാലിമാർ ഗ്രൂപ്പിൻ്റെ സമൃദ്ധമായ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. എൻ്റെ പേര് രാധാമണി. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വർണ്ണം ബ്യൂട്ടികൾ ആൻഡ് ലേഡീസ് ടൈലറിംഗ് സെൻറ്റർ. സ്ഥലം പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയലിൻ്റെ സ്ഥാനാരോഹണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ഡോക്ടർ അലൻ ബെന്നി. ഇതെൻ്റെ അമ്മ. ഞാൻ ടെൻസി ബെന്നി. ഞങ്ങളുടെ ഷോപ്പ് കോട്ടയം പള്ളത്ത് MC റോഡിൽ കരിമ്പിൻ ടേസ്റ്റ് ലാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. വുഡ്സ്ബർഗ് ഫർണിച്ചർ മാർട്ട് എന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര്. നമ്മളിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹോം ഡെക്കോർ സ്റ്റോറാണ് നമ്മുടെ കോട്ടയംകാർക്ക് വേണ്ടി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കടയിൽ ഫർണിച്ചറുകളുടെ എല്ലാ തരത്തിലുള്ള ഫർണിച്ചറുകളുടെയും ഒരു അതിവിപുലീകരമായ ഒരു ഷോറൂം തന്നെയാണ് നമ്മുടെ വുഡ്സ്ബർഗ് ഫർണിച്ചർ മാർട്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന മാർ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
സഹോദരന്മാരെ, 5.5 മണിക്കൂറായി നമ്മൾ വീട്ടിൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവസാന നിമിഷം വരെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വളരെ ത്യാഗപൂർവ്വം നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാം നല്ല ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടും സഭയോടും പിതാക്കന്മാരോടും നല്ല സ്നേഹമുള്ളതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് യാതൊരു സംശയമില്ല. ആ സ്നേഹത്തിനാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പായിട്ട് ഞാൻ ഈ സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ്. നമ്മുടെ ഈ അതിരൂപതയുടെ കൂട്ടായ്മ ഏറ്റവും മനോഹരമായിട്ട് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു അവസരമായിരുന്നു ഈ പരിശുദ്ധ കുർബാനയും തുടർന്നുള്ള ചടങ്ങുകളെല്ലാം. ഒരു മെത്രാപ്പോലീത്ത സ്ഥാനമേൽക്കുന്നു, നമ്മുടെ അഭിനന്ദ പിതാവിന് നന്ദി പറയുന്നു. അത് കേവലം 2 വ്യക്തികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമല്ല, അത് നമ്മുടെ സഭാ സമൂഹത്തിന്റെ ഏറ്റവും ആഘോഷമായ ഒരു സ്വീകരണവും നന്ദി പ്രകാശനവും ഒക്കെയായി കരുതിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത്. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കൂട്ടായ്മയുടെ കുടുംബാനുഭവത്തിൽ നമുക്ക് ഇനിയും മുന്നേറണം. മാറുന്ന കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഭയെ ധീരതയോടുകൂടി നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ശ്രമിക്കണം എന്നാണ്. അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിന് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ 22 വർഷം മേൽപ്പെട്ട ശുശ്രൂഷയിലായിരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകിയ വലിയ സേവനങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തിരുപ്പട്ടം നൽകി, എന്നെ സെമിനാരിയിൽ സ്വീകരിച്ച് തിരുപ്പട്ടം നൽകി എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്കൊക്കെ സന്നിഹിതനായിരുന്ന അഭിമന്യ പൗത്യ പിതാവിനെയും പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അഭിമന്യ കർദിനാൾ ആലഞ്ചേരി പിതാവും അഭിമന്യ ജോർജ് കൊച്ചേരി പിതാവും എല്ലാം നമുക്ക് വലിയ ഒരു പിന്തുണയായിട്ട് നമ്മുടെ കൂടെയുണ്ട്, മാർഗദർശനമായിട്ടുണ്ട്. അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പരിപാടികളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിച്ച വികാരി ജനറാളച്ചന്മാര്, അവരുടെ കൂടെ ജനറൽ കൺവീനർമാരായിരുന്ന ബഹുമാനപ്പെട്ട കലൂർക്കുളം തോമസ് അച്ഛൻ, ചാമക്കാട് സെബാസ്റ്റ്യൻ അച്ഛൻ, എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഇനിയും ആഘോഷങ്ങളുണ്ട്, നമ്മൾ ഇനിയും ഒത്തുകൂടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അഭിമന്യ ജോർജ് പൂക്കാട്ട് പിതാവിൻ്റെ മെത്രാഭിഷേകം നമുക്ക് 24-ാം തീയതി പറ്റൂർ ഇതിനേക്കാൾ കുറച്ചും കൂടെ ആഘോഷമായിട്ട് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അഭിമന്യ പിതാവിനോട് പറഞ്ഞു, പിതാവ് നാളെ തിരിച്ചു പോവുകയാണ്, പിതാവിനെ ക്ഷണിക്കാൻ പോകാനുള്ള സമയമില്ല, പിതാവ് തന്നെ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ഈ സഭാ കൂട്ടായ്മയെ ആഘോഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടണം. പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി വീണ്ടും കർദിനാളായിട്ട് തിരിച്ചു വരും, അന്നേരവും നമുക്ക് ഒരുമിച്ച് കൂടണം. അങ്ങനെ നോക്കുമ്പോൾ ഒരുമിച്ച് കൂടലുകളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതിൻ്റെയും എല്ലാം അവസരങ്ങൾ നമ്മുടെ അതിരൂപതയ്ക്ക് ലഭിക്കുകയാണ്. അതിലേക്കെല്ലാം സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. പൗരാണികമായ പൈതൃകം പേറുന്ന ഈ അതിരൂപതയുടെ ഇടയ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് കൂടെ വരും എന്ന ഒരേ ഒരു ആശ്വാസം മാത്രമാണ് എനിക്കുള്ളത്. പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ മോശ കർത്താവിനോട് ഒരു സുഹൃത്തിനോടെന്നതുപോലെ സംസാരിക്കുന്നു. മോശ പറഞ്ഞു, നീ എന്റെ ജനത്തെ നയിക്കുക എന്നൊക്കെ നീ എന്നോട് പറയുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങോട്ടാണ് നയിക്കേണ്ടത് എന്ന് നീ എന്നോട് പറഞ്ഞു തരുന്നില്ല. ഉടനെ കർത്താവ് മോശയ്ക്ക് കൊടുക്കുന്ന മറുപടി, ഞാൻ നിന്റെ കൂടെ വരും എന്നാണ്. അപ്പോൾ മോശ തിരിച്ചു പറയുന്നുണ്ട്, കർത്താവ് നീ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ പറഞ്ഞയക്കും. ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ എന്നെയും ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ആശ്വാസ വചനമാണ് ഈ പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. കർത്താവേ, നീ കൂടെ വരികയില്ലെങ്കിൽ നീ എന്നെ പറഞ്ഞയക്കരുത്. എന്നിട്ട് മോശ ഒന്നുകൂടി ചോദിക്കും, നിന്റെ മഹത്വം എനിക്ക് കാട്ടിത്തരണം. നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നവരാണ്. നമ്മൾ ആ മഹത്വത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ കരം പിടിച്ച് നടന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം, ഈ മേൽപ്പെട്ട ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഇത് അധികാരം എന്നൊക്കെ പദവി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് തികച്ചും ആത്മീയമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രസക്തി ആത്മീയ മണ്ഡലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എത്രമാത്രം കർത്താവിന്റെ കരം പിടിക്കുന്നോ, എത്രമാത്രം കർത്താവിന്റെ കൂടെ നടക്കുന്നോ, അത്രമാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട്
നമുക്ക് നമ്മുടെ ഈ അതിരൂപതാ കുടുംബത്തെ കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നയിക്കാം. സുറിയാനി കത്തോലിക്കരുടെ തനിമയും പാരമ്പര്യവും നിലനിർത്താനായി ഒത്തിരിയേറെ ത്യാഗം സഹിച്ച ഒരു അതിരൂപതയാണ് നമ്മുടെ അതിരൂപത. പൊതുസമൂഹത്തെ വളർത്താൻ ഏറെ സ്ഥാപനങ്ങൾ ഏറെ ത്യാഗപൂർവ്വം കെട്ടിപ്പടുത്ത രൂപതയാണ്. ദൈവാരാധനയുടെ തുടർച്ചയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന വലിയ ബോധ്യത്തോടെ 100ഓളം കാരുണ്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന അതിരൂപതയാണിത്. ആ രീതിയിലെല്ലാം നമുക്ക് ഒത്തിരി നമ്മുടെ അതിരൂപതയെ കുറിച്ച് അഭിമാനിക്കാനുണ്ട്. മാറുന്ന കാലഘട്ടത്തിൽ ആത്മീയതയുടെ പ്രകാശം വരുത്തി ഒരു കുടുംബമായി നമുക്ക് ഇനി വളരാം. ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ അപ്പസ്റ്റോളിക് നൻഷിയോ ചിറേലി പിതാവ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇന്നലെ എത്തി. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ഒരുപക്ഷെ ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തു വന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ് ഹെർവിഗ് ഗേഴ്സലാണ്. അദ്ദേഹം ജർമ്മനിയിലെ ബാംബർഗിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇന്നലെ എത്തി. നാളെ കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ രൂപത വലിയ പൗരാണികമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ രൂപത ആരംഭിച്ചത് 1007 കേട്ടോ. Bombay Diocese was established in the year 1007 and it was raised to the level of an archdiocese in the year 1870. അത്രയും പൗരാണികമായ ജർമ്മനിയിലെ ഒരു അതിരൂപതയുടെ അമരക്കാരനാണ് അദ്ദേഹം. Your Grace, it is a great honor and joy for our archdiocese that you traveled all these distance to reach us. Since more than 30 years, our dioceses have a pastoral collaboration by which some of our priests are always serving in different parishes in the Archdiocese of Bombay. You traveled the longest distance to arrive here, and your presence is a reassurance that the strength of our relationship contributes much to the mission of the Universal Church. Danke sehr, wir bleiben immer in Kontakt. അഭിനന്ദ പിതാക്കന്മാർക്ക് എല്ലാവർക്കും, അതുപോലെ ഇവിടെ എത്തിയ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പ്രിയപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് ഈ കൂട്ടായ്മയുടെ ചരിത്രം തുടരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.